വാശിയോടെയും ഇരട്ടി ശക്തിയിൽ ഇന്ത്യക്കെതിരെ പോരാടാൻ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനയുടെ PL-15 മിസൈൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ടാണ് ഇന്ത്യ അടിച്ച് തരിപ്പണമാക്കിയത്. PL-15 മിസൈലിന്റെ അവശിഷ്ടങ്ങളാകട്ടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും കണ്ടെത്തിയതോടുകൂടി തന്നെ ഇപ്പോൾ ചൈന വലിയ ആശങ്കയിലാണ്. പണിക്ക് മറുപടി ഒരുക്കാൻ വേണ്ടി ഇന്ത്യ സജ്ജമാവുകയാണ്. ചൈനയുടെ ആശങ്ക മറ്റൊന്നുമല്ല, മിസൈൽ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയാൽ അതിന് സാധ്യതയുണ്ട് എന്നും തങ്ങൾക്കെതിരായ തെളിവായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നതുമാണ് ചൈന ഇപ്പോൾ വേവലാതിപ്പെടുന്നത്. ഇതിനു മുൻപേ ചൈനയുടെ PL-15 മിസൈലിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് പഠിക്കാനായി ഒരു വിദഗ്ധ സംഘത്തെ തന്നെ നിയോഗിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ തന്നെ ചൈനയെ അഡപടലം തീർക്കാനുള്ള കരുക്കൾ ഇന്ത്യ നീക്കി തുടങ്ങി എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ചങ്കിടിപ്പോടുകൂടി തന്നെ ചൈന ഇപ്പോൾ രംഗത്ത് വന്നതും. US നൽകിയ F-16 വൈഫറുകളും ചൈനീസ് J-10, CJ-F-17 തണ്ടർ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ തന്നെ 40-ലധികം ജെറ്റുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടലിന് ശ്രമിക്കുന്നത്. ചൈനയിൽ നിന്ന് നേടിയ PL-15E എയർ ടു എയർ മിസൈലുകളും ഫത്ത-2 റോക്കറ്റുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു. അതേപോലെ പഞ്ചാബിലെ ഹോഷിയാർപൂർ ജില്ലയിലെ കമാഹി ദേവി ഗ്രാമത്തിന് സമീപം പാക് വ്യോമസേനയുടെ J-10C അല്ലെങ്കിൽ JF-17 ജെറ്റ് വിക്ഷേപിച്ച ചൈനീസ് PL-15E മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ വ്യോമ കേന്ദ്രത്തിനെതിരെ ആക്രമണം നടത്തിയതിൽ പരാജയപ്പെട്ട പാകിസ്ഥാന് വ്യോമ പ്രതിരോധ ഉപഗ്രഹ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബീജിംഗ് ശക്തിപ്പെടുത്തുകയാണ് എന്നത് ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥർ ആരോപിച്ചത് ശക്തിപ്പെടുത്തുന്നു എന്നതാണ് കണ്ടെത്തിയ മിസൈൽ അവശിഷ്ടങ്ങൾ. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ മിസൈലിന്റെ പ്രൊപ്പോഷണൽ ഡാറ്റ ലിങ്ക്, അതുപോലെ തന്നെ ഇനേർഷ്യൽ യൂണിറ്റ്, അഡ്വാൻസ്ഡ് ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറ, സ്പീക്കർ എന്നിവയെല്ലാം ഉൾപ്പെടെ തന്നെ പ്രധാന ഭാഗങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തുകയായിരുന്നു. ഇന്ത്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞർ ഇപ്പോൾ അവ പരിശോധിക്കുകയാണ്. ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന വികസിപ്പിച്ചെടുത്ത PL-15E ദീർഘദൂര സജീവമായ റഡാർ ഗൈഡൻ എയർ ടു എയർ മിസൈലാണ്. ഇന്ത്യയിൽ അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് സാങ്കേതിക ചോർച്ചകളെക്കുറിച്ചുള്ള ചൈനയിൽ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ ചൈനയുടെ ഡ്യൂപ്ലിക്കേറ്റ് മിസൈലുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. അവസാനം മിസൈലിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയായതും. ചൈനയ്ക്ക് എന്തായാലും ഇവയെല്ലാം പെറുക്കിയെടുത്ത് ആക്രിക്ക് വിൽക്കാൻ പോലും കഴിയാത്ത വിധം നിലംപരിശാവുകയാണ് ഇന്ത്യ ചെയ്തതും. ഇപ്പോൾ ഇന്ത്യ പാക് യുദ്ധത്തിൽ ഇന്ത്യ വീഴ്ത്തിയ ചൈനയുടെ മിസൈലായ PL-15 തലനാഴിഴ കീറി പരിശോധിച്ച് പഠിക്കാൻ വേണ്ടി US, ജപ്പാൻ ഉൾപ്പെടെയുള്ള നിരവധി വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധർ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വരുന്നത്. US, ജപ്പാൻ, ഫ്രാൻസ്, തായ്വാൻ, അതുപോലെ തന്നെ 5 കണ്ണുകൾ എന്നറിയപ്പെടുന്ന രാജ്യത്തിൽപ്പെട്ട ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്, UK എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ വിദഗ്ധ സംഘമാണ് ഇന്ത്യയിൽ എത്തുന്നത്. ഇന്ത്യയുടെ ശക്തിയിൽ വിറച്ച ചൈനയുടെ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ ഇവർ തകർത്ത് തരിപ്പണമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ചൈന തങ്ങളുടെ ആധുനിക മിസൈലുകളുടെ ഗണത്തിലായിരുന്നു PL-15 മിസൈലിനെ വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അവസാനമാകട്ടെ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ അടിച്ച് താഴെയിടുകയാണ് ഉണ്ടായത്. ഇതാദ്യമായാണ് ഒരു ചൈനീസ് ആയുധം കീറി മുറിച്ച് പഠിക്കാൻ പോലും കയ്യിൽ കിട്ടുന്നത്. ചൈനയുടെ ഏറ്റവും ആധുനികമായ മിസൈൽ എന്നതാണ് PL-15 മിസൈലിനെ അവർ വിശേഷിപ്പിച്ചിരുന്നതും. ചൈനയുടെ ഏറ്റവും ആധുനിക യുദ്ധ ജെറ്റായ J-10Cയിൽ ഉപയോഗിക്കുന്ന മിസൈലാണ് PL-15 മിസൈൽ. ഇതിനെ വീഴ്ത്തിയത് ഇന്ത്യയുടെ ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം തന്നെയാണ്. പഞ്ചാബിലെ ഹോഷിയാർപൂരിലാണ് PL-15 മിസൈൽ ഇന്ത്യൻ വ്യോമാക്രമണത്തിന് നിലം പൊത്തിയതും. അതുപോലെ തന്നെ ആദ്യമായി ഇന്ത്യയുടെ എയർ മാർഷൽ ഭാരതിയാണ് ചൈനീസ് മിസൈൽ ഇന്ത്യ അടിച്ചിട്ട കാര്യം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. ചൈന ഇന്ത്യക്കെതിരെ ഉപയോഗിച്ച PL-15E എന്ന എയർ ടു എയർ മിസൈൽ ഇന്ത്യ വെടിവെച്ചിട്ടതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ നിർണായക ലക്ഷ്യങ്ങൾ അടിച്ചു തകർക്കാൻ കുതിച്ചു വന്ന PL-15E മിസൈലിനെ ഇന്ത്യയുടെ S-400 സുദർശൻ ചക്ര ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം എന്നിവയാണ് അടിച്ചിട്ടത്. അതേപോലെ തന്നെ ചൈനയുടെ PL-15E ഇന്ത്യയുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് സാധിച്ചില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.